നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. അമോൽ രാജൻ കുടുംബത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മാറാൻ പരിഗണിക്കുന്നു. ആരാണ് ഈ അമോൽ രാജൻ? അദ്ദേഹം എവിടുന്നാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്? അമോൽ രാജൻ എന്ന് പറയുന്നത് BBC-യിലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള കമന്റേറ്റർ ആണ്, പൊളിറ്റിക്കൽ കമന്റേറ്റർ ആണ്. അദ്ദേഹം ഒരു മോർണിംഗ് ഷോ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഞാൻ കാണാറുണ്ട്. വളരെ മിടുമിടുക്കനാണ് അദ്ദേഹം. 29ാമത്തെ വയസ്സിൽ അദ്ദേഹം ദ ഇൻഡിപെൻഡന്റ് എന്നുള്ള ന്യൂസ് പേപ്പറിലെ എഡിറ്ററായി ചുമതലയേറ്റു. വളരെ മിടുമിടുക്കൻ. കൊൽക്കത്തയിൽ ജനിച്ച് UK-യിലുള്ള മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒരുപക്ഷെ അറിയുമായിരിക്കും അമോൽ രാജനെ പറ്റി. അദ്ദേഹം സ്വന്തമായിട്ടൊരു ഒരു പോഡ്കാസ്റ്റിംഗ് എന്റർടൈൻമെന്റ് കമ്പനിയൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു ഒരു വ്യക്തിയുടെ പോഡ്കാസ്റ്റിൽ ഇന്നലെ പോയി പറയുകയുണ്ടായി, ഈ ലണ്ടനിൽ ഒരു പ്രശ്നമുണ്ട്. വലിയ പ്രശ്നങ്ങൾ കാരണം താനും തന്റെ കുടുംബവും ഇന്ത്യയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു. അതായത് കൊൽക്കത്തയിൽ ജനിച്ച് സൗത്ത് ലണ്ടനിലെ ട്യൂട്ടനിൽ താമസം അദ്ദേഹം പറയുകയാണ്, ഈ ലണ്ടനെ പറ്റി ഞാൻ ആശങ്കയിലാണ്. 42 വയസ്സുണ്ട് അദ്ദേഹം. അദ്ദേഹം പറയുകയാണ്, ബ്രിട്ടൻ എപ്പോഴും എപ്പോഴും എല്ലാ സമയത്തും ഒരു ഊർജ്ജസ്വലത, ആവേശം ഉണ്ടായിരുന്നു. ആ ആവേശം ഇന്ന് ബ്രിട്ടനിൽ ഞാൻ കാണുന്നില്ല. തന്റെ 4 കുട്ടികളെയും ഇന്ത്യയിലേക്ക് പഠിക്കാൻ വേണ്ടി മാറ്റാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഏതോ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ട് ലണ്ടനിൽ. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മലയാളികളുടെ കാര്യം പ്രത്യേകമായി ഈ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. ഞാൻ ഒരു കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് വയസ്സുകാലത്ത് ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് മടങ്ങി വരേണ്ടി വരും, നിങ്ങളുടെ വീടുകൾ വിൽക്കരുത്, വാർദ്ധക്യം അത്ര സുഖകരമല്ല വിദേശ രാജ്യങ്ങളിൽ. അതിപ്പോൾ അമേരിക്ക ആയാലും UK ആയാലും. അതിനെപ്പറ്റി ഒരുപാട് നല്ല കമന്റ്സ് കിട്ടി. ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ വാർദ്ധക്യത്തിലേക്ക് എത്തണ്ട. ഒരുപക്ഷെ നിങ്ങൾക്കൊരുപക്ഷെ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ വീടുകൾ വിൽക്കരുത്. കാരണം അമോൽ രാജന് ഒരുപക്ഷെ ഇത് പറയണമെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം പരിഹരിക്കേണ്ട പ്രശ്നമുണ്ട് അവിടെ. നമുക്കറിയാം, ഇന്ത്യക്കാരും മലയാളികളും ഈ വിദേശ രാജ്യങ്ങൾ വീടുകൾ വാങ്ങുമ്പോൾ ആദ്യം മുൻഗണന കൊടുക്കുന്നത് സ്കൂൾ സിസ്റ്റം. അവർ അന്വേഷിച്ചറിയും ആ ടൗണിലെ സ്കൂൾ സിസ്റ്റം കൊള്ളാമോ. അവിടെ ഒരുപാട് ടൂൾസ് ഉണ്ട്, സോഫ്റ്റ്വെയറിലൊക്കെ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ പ്രഥമ പരിഗണന വിലയ്ക്കല്ല, സൗകര്യങ്ങൾക്കല്ല, ജോലി സ്ഥലം പോലുമല്ല. പല ഇന്ത്യക്കാരെയും പല മലയാളികളെയും എനിക്ക് അമേരിക്കയിൽ അറിയാം. അവരൊക്കെ കിലോമീറ്ററുകളോളം വണ്ടി ഓടിക്കാൻ തയ്യാറായ ജോലി സ്ഥലത്തേക്ക്. പക്ഷേ അവരുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് കുട്ടികളെ മാന്യമായ ഒരു സ്കൂളിൽ, അതായത് സേഫ്റ്റി, അതോടൊപ്പം തന്നെ അലമ്പില്ലാത്തൊരു സ്ഥലത്ത് ഏൽപ്പിക്കുക. അതായത് അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലും ഈ വലിയൊരു കൺസേൺ ആണ് ഈ കുട്ടികളെ ഒന്ന് കടത്തി വിടുക, അല്ലെങ്കിൽ ഈ പറയുന്ന ടീനേജ് പ്രായം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കടന്നു കൂടുക എന്നുള്ളത് ഏതൊരു മലയാളിയുടെയും വലിയൊരു തലവേദനയാണ്. സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത് അട്ടേർലി പത്തറ്റിക് ആണ്. പക്ഷെ പല സ്ഥലങ്ങളിലും ഉണ്ട്, പ്രൈവറ്റ് സ്കൂളിൽ പോകുന്നവരൊക്കെ ഉണ്ട്, കാശുള്ളവർക്ക് എല്ലാവർക്കും സാധിച്ചു വരില്ല. അപ്പോൾ അമോൽ രാജൻ ഈ പറയുന്ന UK-യിലെങ്ങും ഇത്തരത്തിൽ ഒരു നഗരം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലേക്ക് പോകാമെന്ന്. സേഫ്റ്റി ബിഗസ്റ്റ് കൺസേൺ. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് UK-ക്ക് ആവേശമില്ല. അതായത് 1960-കളിലും 70-കളിലും ഇംഗ്ലണ്ടിലാണ് ചരിത്രം ഉണ്ടായിരിക്കുന്നത്. സാംസ്കാരികമായിട്ടുള്ള ഉണർവ്, ഒരു ബേബി ബൂമർ കാലഘട്ടം അത് ഇന്ന് ഇല്ല ലണ്ടനിൽ. നമുക്ക് അതിന്റെ കാരണത്തെ പറ്റി നമുക്ക് ഒരുപാട് അറിയാം. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കടന്നു പോകുന്നില്ല. എങ്ങനെയാണ്, അതായത് ഒരു കാലത്ത് സാമ്പത്തിക, സാംസ്കാരിക, ലോക രാഷ്ട്രീയത്തിന് വലിയൊരു സംഭവമായിരുന്നു ലണ്ടൻ. നമ്മൾ അതിലേക്കൊന്ന് കടന്നു പോകണം. നമ്മൾ ചിന്തിക്കേണ്ടെന്ന് പറയുന്നത് ഇത് നമുക്ക് തരുന്ന ഒരു വലിയൊരു പാഠം എന്താണ്. അതായത് ശരിയാണ്, മലയാളികൾ നമ്മളെല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം സുഖകരമാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഇപ്പോൾ എന്താണ്, എവിടേക്കാണ് യൂറോപ്പിന്റെ അവസ്ഥ എന്ന് പറയുന്നത്? കാരണം സേഫ്റ്റി, കുട്ടികൾക്ക് എവിടെയും സേഫ്റ്റി ഇല്ല. അതായത് ലണ്ടനിൽ എവിടെയും, എല്ലായിടത്തും ഉണ്ട്. എനിക്ക് അങ്ങനെ അടച്ചിട്ട് ആക്ഷേപിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എന്തോ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് UK-യിൽ നിന്ന്, അതായത് കാശുള്ളവനും അമോൽ രാജനൊക്കെ മില്യണറാണ്, കോടിയുണ്ടായിരിക്കാം കയ്യിൽ, അതുകൊണ്ട് അദ്ദേഹം പുറത്തു കിടക്കുകയാണ്. കാരണം ഇതാണ് അവിടുത്തെ ഒരു യഥാർത്ഥ സ്ഥിതി. അതായത് അവിടുത്തെ ജീവിത ചെലവ് മാത്രമല്ല പ്രശ്നം. ഇന്ന് പലർക്കും, പല മലയാളികൾക്കും വീട് വാങ്ങാൻ സാധിക്കില്ല. ചിലവുകൾ, ടാക്സുകൾ, ജോലി ഇല്ല. കാരണം അമോളൊക്കെ ഒരു പക്ഷേ കുട്ടികളെ കടത്തുന്നതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഫ്യൂച്ചർ സേഫ്റ്റി മാത്രമായിരിക്കില്ല, ചരിത്രം, സംസ്കാരം അല്ലെങ്കിൽ ഊർജ്ജക്കുറവ് എന്നൊക്കെ ഒരു പക്ഷെ ചുമ്മാ തള്ളുന്നതായിരിക്കാം. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവസരങ്ങളില്ല. എന്താണ് ബ്രിട്ടൻ കഴിഞ്ഞ 50 വർഷമായി ലോകത്തിനെ കുറിച്ച് സംഭാവന? എന്ത് കമ്പനിയാണ് അവർ കൊടുത്തിരിക്കുന്നത്? എന്താ ഉണ്ടാക്കിയത്? എന്ത് പ്രോഡക്റ്റാണ് കടന്നു വരുന്നത്? പറയും, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ബ്രിട്ടൻ പറയുകയാണ്, അത് ഞങ്ങൾ ഉണ്ടാക്കിയൊരു പ്രോഡക്റ്റ് ഈ ലോകം മുഴുവൻ ഞങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ലോകം മുഴുവൻ വാങ്ങുന്നു. എന്തുണ്ട് അവര്?
പണ്ട് കാലത്ത് ഉണ്ടാക്കിയ കുറെ സമ്പാദ്യം കൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനി വരുന്ന, അതായത് തിരിച്ചറിവുള്ള ആളുകൾ അവിടുന്ന് പുറത്ത് കടക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, മലയാളികളോട് ഞാൻ അവിടെ പുറത്തു പോകാനല്ല പറയുന്നത്. ഞാൻ പറയുന്നത് തിരിച്ചറിവ് വന്നു തുടങ്ങി. ഇതാണ് കാലഘട്ടം. നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുക. ഇതാണ് അവിടെ നടക്കുന്നത്. കാരണം അല്പം അസ്വല്പം കാര്യവിവരമുള്ള ആളുകൾ അവിടെ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്ന എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ യുകെയിൽ എന്തോ കാര്യമായിട്ടുണ്ട്. ഒരു പക്ഷേ ജോലി ഫ്യൂച്ചറിലായി ആയിരിക്കാം ഒരു പക്ഷെ അമോളിനെ പോലുള്ള ആളുകൾ കടക്കാൻ കാരണം. കാരണം ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസം, അതിലെ കോടികൾ മുടക്കിയിട്ട് ലക്ഷങ്ങൾ മുടക്കി ബാച്ചിലേഴ്സ് എടുത്ത ശേഷം എന്ത് പഠിപ്പിക്കും, എങ്ങനെ ജോലി കിട്ടും? ജോലി പറയുന്ന എയുടെ കാലഘട്ടത്തിൽ പറയുന്നത് അമേരിക്കയിൽ പോലും, അതായത് ടെക്നോളജിയുടെ രാജാവായാണ് അമേരിക്കയിൽ പോലും 30,000 പേരെയാണ് ഉറക്കെ ലേ ഓഫ് ആക്കിയിരിക്കുന്നത്. ഇന്ന് ഞാൻ കണ്ട ന്യൂസ് പറയുന്നത് സോഫ്റ്റ്വെയർ കമ്പനി, സാസ് കമ്പനീസ്, സെയിൽഫോഴ്സ്, സർവീസ് നൗ, ഹബ്സ്പോട്ട്, ഇതിന്റെയൊക്കെ എന്ന് പറയുന്നത് ആന്ത്രോപിക് എ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഏത് ഏത് ഘട്ടത്തിലേക്കാണ് പോകുന്നത്? മാനുഫാക്ചറിങ്, അതായത് ഒരു ഊർജ്ജസ്വലമല്ലാത്ത ഒരു തലമുറ ആണ് പല സ്ഥലങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്. കാരണം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാത്ത അവസ്ഥ വരുന്ന ഒരു അവസ്ഥ യൂറോപ്പിൽ ഉണ്ടാകാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നിങ്ങൾ ആശങ്കയുണ്ട്, ഇംഗ്ലണ്ടിന്റെ ഭാവിയെ പറ്റി ആശങ്ക ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതായത് ഊർജ്ജസ്വലതയും വളർച്ചയുമുള്ള രാജ്യമായ ഇന്ത്യയിൽ ഒരുപക്ഷെ കുട്ടികളെ വളർത്തേണ്ടി വരുമോ വിദേശ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയവർക്ക്? നിങ്ങളുടെ ഭൂമി ഉണ്ടെങ്കിൽ വിൽക്കേണ്ട, കാരണം ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികളെ ഹോസ്റ്റലിൽ അയക്കേണ്ട ആവശ്യകത വരില്ല. ഞാൻ പറഞ്ഞു വരുന്ന പേടിപ്പിക്കലല്ല, ഇതാണ് ചുറ്റും നടക്കുന്നത്. അതായത് അല്പസ്വല്പം ഈ ഇന്നർ സർക്കിൾ, അതായത് സമൂഹത്തില് ഡിവിസിലൊക്കെ ജോലി എടുക്കുന്ന അമോളിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്. കാരണം മലയാളികളായ നമുക്ക് ഒരുപക്ഷെ താഴേക്കിടയിൽ നമുക്ക് അറിഞ്ഞു വരില്ല, കാരണം നമ്മൾ ജോലിക്ക് പോകും തിരിച്ചു വരുന്നു. ഇവർക്കറിയാം മാറ്റം, ആ ഒരു മാറ്റം സംഭവിക്കുന്നു. അടുത്ത 50 വർഷത്തേക്ക് പെട്ടെന്നൊന്നും മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്ന് മനസ്സിലായിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തീരുമാനം. പക്ഷെ ഞാൻ പറഞ്ഞ പൊരുൾ എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ സംഭവം. പണമുള്ളവർ അവിടെ നിന്ന് മുങ്ങാൻ തുടങ്ങുന്നു.